ഇതാണ് അങ്കിളുടെ ഡിസ്പ്ലേ പോയ ഫോണ്. ഇതാണ് അങ്കിളുടെ പുതിയ ഫോണ്. നമുക്കിനി ഇതൊന്ന് തുറന്നു നോക്കിയാലോ? ഞങ്ങൾ തുറന്നാൽ ശരിയാവത്തില്ല, അതുകൊണ്ട് ഞങ്ങളുടെ അങ്കിളാണ് ഇത് തുറക്കാൻ പോകുന്നത്. ഞങ്ങള് മീൻപിടുത്തെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത വീഡിയോയിലോട്ട് വന്നിരിക്കുകയാണ്. വേറൊന്നുമല്ല, ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നൊരു സാംസങ് A30 ആയിരുന്നു. അതിൻ്റെ ഡിസ്പ്ലേ പോയച്ച്. അതുകൊണ്ട് കുറേ കാലമായിട്ട് വീഡിയോകളൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഒറിജിനൽ ഡിസ്പ്ലേക്ക് ഭയങ്കര വിലയാണെന്നുള്ളപ്പോൾ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഡിസ്പ്ലേ ഇട്ട് നോക്കി. അതിനുശേഷം വളരെ മെച്ചപ്പെട്ട പെർഫോമൻസ് ആയതിനാൽ അവസാനം ഫോൺ ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് വന്നു. സോ ഫ്ലിപ്കാർട്ടിലൊരു ഫ്ലാഷ് സെയിൽ വന്നിരുന്നു, പോക്കോ X3. പൊതുവെ എല്ലാവരും നല്ലൊരു അഭിപ്രായം പറഞ്ഞൊരു ഫോണായിരുന്നു പോക്കോ X2. അതൊന്ന് അപ്ഗ്രേഡ് ചെയ്ത് വന്നതാണ്. അപ്പം എൻ്റെ കുറേ ഫ്രണ്ട്സിനും ഉണ്ട് പോക്കോ X2. നല്ല ഫീഡ്ബാക്ക് കിട്ടിയപ്പോൾ അപ്ഗ്രേഡ് ആയി വന്നല്ലേ, അപ്പം എടുത്തു വരണം. അപ്പം അതിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ് ഞങ്ങൾക്ക് ചെയ്യാൻ പോകുന്നത്, അല്ലേ? അപ്പം അതിൻ്റെ അൺബോക്സിങ് വീഡിയോയിലേക്ക് കിടക്കാം. ഇതാണ് നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത് വന്നിട്ടുള്ള ബോക്സ്. ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് 20,098 രൂപ. അതിൽ ഞാനൊരു ഇൻഷുറൻസും കൂടി എടുത്തു. നമ്മളെ സ്വഭാവം വെച്ചിട്ടും നമ്മുടെ ഈ ഒരു രീതി വെച്ചിട്ടും ഇൻഷുറൻസ് ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളത് മനസ്സിലായി. അതുകൊണ്ട് നമ്മളൊരു ഇൻഷുറൻസ് എടുത്തു. അതുകൊണ്ടാണ് അത്രയും വില വന്നത്. ഞാനത് മെല്ലെ പൊട്ടിക്കുകയാണ്. ഈ ഫോണിൽ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന സ്പെക്കാണ് ഇത്. അതുപോലെ തന്നെ കുറച്ചൊക്കെ മാറ്റം X3 അവർ കൊണ്ടുവന്നിട്ടുണ്ട്. 6000 mAh ബാറ്ററി, അതുപോലെ തന്നെ 33 വോൾട്ട് ഫാസ്റ്റ് ചാർജ്, പിന്നെ പ്രൊസസ്സറിൽ ചെറിയൊരു മാറ്റം. ഇത്രയും കാര്യങ്ങളാണ് പുതിയതായിട്ട് ശ്രദ്ധിക്കപ്പെടാനുള്ളത്. അങ്ങനെ നമ്മുടെ ബോക്സ് ഓപ്പൺ ചെയ്തു. അതിൻ്റെ ബില്ലുണ്ട്. വളരെ കൂളായിട്ടുള്ളൊരു ബോക്സാണ് പോക്കോ X3യുടേത്. നമ്മളത് മെല്ലെ നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് നോക്കാം. എല്ലാ ഫോണിലും ഉള്ള പോലെ തന്നെ അവരുടെ സ്പെസിഫിക്കേഷൻ എല്ലാം പുറകിൽ നോട്ട് ചെയ്തിട്ടുണ്ട്. കൃത്യമായി അത് സീൽ ചെയ്തിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. സാധാരണ നമ്മുടെ ഫോൺ തുറക്കുമ്പോൾ കിട്ടുന്ന പോലെയുള്ളൊരു നോർമൽ പൗച്ച് ബോക്സ് ഉണ്ട്. ഇതാണ് നമ്മുടെ പോക്കോ X3യുടെ ഫസ്റ്റ് ഇംപ്രഷൻ. ബാക്കിൽ ബ്ലൂ കളറാണ്. ഓക്കെ, നല്ലൊരു കവറൊക്കെ ഇട്ടിട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്. നമുക്കത് മാറ്റി വെക്കാം. ഇനി ബോക്സിൽ എന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഫാസ്റ്റ് ചാർജറുണ്ട്. അതുപോലെ തന്നെ ഒരു C ടൈപ്പ് ഡാറ്റ കേബിൾ, അല്ലെങ്കിൽ ചാർജിങ് കേബിളുണ്ട്. ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. ഓക്കെ, നമുക്ക് അതിൻ്റെ കവറിട്ട് തിരിച്ച് മാറ്റി വെക്കാം. ഇനി നമുക്ക് നോക്കേണ്ടത് പൗച്ച് ബോക്സ് ആണ്. പൗച്ച് ബോക്സിൻ്റെ ഫ്രണ്ടിൽ തന്നെയായിട്ട് സിം ഇഞ്ചക്ഷൻ ടൂളുണ്ട്. പിന്നെ ഉള്ളത് ഒരു മാനുവലാണ്, യൂസർ മാനുവൽ പോക്കോയുടെ തന്നെ. ഇതാണ് നമ്മുടെ പൗച്ച്. നമ്മുടെ ഗ്ലാസ് ടൈപ്പ് പൗച്ചാണ്. നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ഇട്ട് നോക്കാം. അതിന് മുമ്പ് നമുക്ക് ഫോണും നോക്കണ്ടേ. ഫോൺ നമ്മൾ കയ്യിലെടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു മാറ്റമുണ്ട്. ഒരല്പം വെയിറ്റ് കൂടുതലുള്ളതായിട്ട് നമുക്ക് തോന്നും. ഇച്ചിരി ഹെവി ഫീലാണ്. അതുപോലെ തന്നെ ഇച്ചിരി വിടുത്തുണ്ട്. പിന്നെ ശ്രദ്ധിക്കപ്പെടുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ബാക്കിലെ ആ കേസാണ്. പോക്കോ X2നെ അപേക്ഷിച്ച് X3ക്ക് വരുന്നത് പ്ലാസ്റ്റിക് കേസാണ് പുറകിൽ വരുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ പുറകിൽ ഇച്ചിരി പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് ക്യാമറയുടെ ഒരു പോർഷൻ. പൗച്ചിടുമ്പോൾ വൃത്തിയാവുമെന്ന് വിചാരിക്കാം. നമുക്ക് ഓണാക്കി നോക്കാം. ഞാനിതിന് മുമ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് സാംസങ് A30 ആണ്. രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ സാംസങ് A30ക്ക് 165 ഗ്രാമും പോക്കോ X3ക്ക് 225 ഗ്രാമും ഉണ്ട്. അതൊരു നല്ല ഡിഫറൻസ് ആയിട്ട് എനിക്ക് തോന്നി. ഡിസ്പ്ലേ സൈസും ഒരല്പം കൂടുതൽ പോക്കോ X3ക്ക് തന്നെയാണ്. പക്ഷേ പെർഫോമൻസ് ബേസിൽ ഒന്നും പറയാനില്ല. വളരെ മനോഹരമായ പെർഫോമൻസാണ് കാഴ്ചവെക്കുന്നത്. ക്യാമറ ആയാലും വീഡിയോ ആയാലും സൗണ്ട് ആയാലും സ്റ്റീരിയോ സൗണ്ടാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. വളരെ മനോഹരമായിട്ട് പെർഫോം ചെയ്യുന്നു. ഇതിപ്പോൾ ഞാനെടുത്തൊരു ഫോട്ടോയാണ്, ഇതിൻ്റെ കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ വീഡിയോയിലും 720 മുതൽ മുകളിലേക്ക് വീഡിയോ സ്റ്റെബിലൈസേഷൻ അവൈലബിൾ ആയിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ കൂടെ ലഭിച്ച പൗച്ചൊന്ന് ഇട്ട് നോക്കാം. പൗച്ചൊക്കെ വളരെ ക്ലിയർ ഫിനിഷിംഗ് ആണ്. നല്ല വൃത്തിയായിട്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്കിലെ ആ പ്രൊജക്ഷൻ പൗച്ചിടുമ്പോൾ ഇല്ല. പിന്നീട് ഞങ്ങളുടെ ഒരു നെഗറ്റീവ് എന്ന് പറയാനായിട്ട് ഫ്രണ്ടിൽ ഈ പൗച്ചിൻ്റെ എഡ്ജ് കയറിയിരിക്കുന്നുണ്ട്. സ്ക്രീൻ ഗാർഡ് ഇട്ടാൽ എത്രത്തോളം അത് വിജയിക്കുമെന്ന്
പറയാൻ പറ്റില്ല. നമുക്കൊന്ന് ചെയ്ത് നോക്കണം, എന്നിട്ടേ നമുക്കത് പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ കണ്ടീഷനിൽ സ്ക്രീനിൽ ഒരു ചെറിയൊരു പ്രൊട്ടക്ഷൻ തരുന്ന രീതിയിൽ അത് പ്രൊജക്റ്റ് ചെയ്ത് മുകളിലേക്ക് നിൽക്കുന്നുണ്ട്. ഞാനിനി ഫോണൊന്ന് ചാർജിലിടുകയാണ്. ചാർജിങ് ചെയ്യുന്ന സമയത്ത് കണ്ടത് വളരെ ഫാസ്റ്റായിട്ടുള്ള ഒരു ചാർജിങ് സിസ്റ്റമാണ് ഇതിനകത്ത് ഇൻബിൽറ്റ് ചെയ്തിരിക്കുന്നത്. ബേസിക്കലി ഇതൊരു ക്യാമറ ഫോൺ ആയതുകൊണ്ട് തന്നെ ക്യാമറ സെറ്റിങ്ങിലേക്ക് ചെല്ലുമ്പോഴേക്കും ഒരുപാട് സെറ്റിങ്സ്, പുതിയ പുതിയ ഓപ്ഷൻസ് നമുക്ക് കാണാൻ സാധിക്കും. ഇതിപ്പോൾ വ്ളോഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ ചെയ്തിരിക്കുന്ന വീഡിയോ ആണിത്. ഓട്ടോമാറ്റിക് എഡിറ്റിംഗ് ഒക്കെയാണ് ഇതിനകത്ത് നടക്കുന്നത്. വളരെ മനോഹരമായിട്ടുണ്ട്, ഒരുപാട് ഓപ്ഷൻസ് അങ്ങനെ കിടപ്പുണ്ട്. അതുപോലെ തന്നെ എടുക്കുന്ന ഫോട്ടോസ് ആയിക്കോട്ടെ, വീഡിയോസ് ആയിക്കോട്ടെ, അതിനെല്ലാം ഒരു എക്സ്ട്രാ ഓർഡിനറി ക്വാളിറ്റി നമുക്ക് അതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി വീഡിയോ എടുത്തു കഴിഞ്ഞാൽ പോക്കോ X3 720p മുതൽ മുകളിലേക്കുള്ള 4K വരെയുള്ള എല്ലാ ക്വാളിറ്റികളിലും നമുക്ക് സ്റ്റെബിലൈസേഷൻ അവൈലബിൾ ആണ്. ഇത് നല്ല ഷെയ്ക്കുള്ളൊരു ഫൂട്ടേജാണ്, പക്ഷേ നല്ല ക്വാളിറ്റിയിൽ അത്യാവശ്യം ഗിംബലിലെടുക്കുന്ന അതേ ക്വാളിറ്റി തന്നെയാണ് നമുക്ക് വീഡിയോ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. വളരെ സാറ്റിസ്ഫൈഡ് ആണ് വീഡിയോയുടെ കാര്യത്തിൽ. ഇത്രയൊക്കെയാണ് പോക്കോ X3 അൺബോക്സിങ് വീഡിയോയിൽ നിങ്ങളോട് പറയാനുള്ളത്. ബാക്കിയെല്ലാം ഇനി ഉപയോഗിച്ച് തുടങ്ങുമ്പോഴല്ലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി, നമസ്കാരം.